ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. മേലൂർ മഗ്ന ദൗത്യ സംഘത്തിന് നേരെ തിരിഞ്ഞ് മോഴയാന. മേലൂർ മഗ്നയ്ക്കൊപ്പമുള്ള മോഴയാനയാണ് ഇപ്പോൾ ദൗത്യ സംഘത്തിന് നേരെ തിരിഞ്ഞിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ദീപക് മലയമ്മ നൽകുന്ന വിവരങ്ങൾ. ദീപക്, മയക്കുവെടി സംഘത്തിന് നേരെ ഈ മോഴയാന പാഞ്ഞെടുക്കുന്നത് കാണാമായിരുന്നു. അത്തരത്തിൽ ദൗത്യം ഏറെ ദുഷ്കരമായി മാറുകയാണോ? അങ്ങനെ തന്നെയാണ് വിനീത. കാരണം ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ട്രാക്കിംഗ് ടീമും മയക്കുവെടി സംഘവും ഒക്കെ തന്നെ വനത്തിനകത്താണുള്ളത്. ബേലൂർ മഗ്നയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയുമാണ്. ഇന്നലെ വന്ന ആകാശ ദൃശ്യങ്ങളിലടക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബേലൂർ മഗ്നയ്ക്കൊപ്പം മറ്റൊരു മോഴയാനയുടെ സാന്നിധ്യവും കൂടി ഉണ്ടായിരുന്നു. ഇന്ന് ഈ വനംവകുപ്പ് സംഘം വനത്തിനകത്തേക്ക് പ്രവേശിച്ച് തെരച്ചിലുകൾ ഉൾപ്പെടെയുള്ള ട്രാക്കിംഗ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനിടയിലാണ് ആ മോഴയാന പെട്ടെന്ന് പ്രകോപിതനാവുകയും ഈ വനംവകുപ്പ് സംഘത്തിന് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്യുന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ്. ഒരു വനത്തിനകത്തു കൂടിയുള്ള റോഡിലൂടെയാണ് ഈ സംഘം എത്തുന്നത്. താഴെ ഉണ്ടായിരുന്ന മോഴയാന, താഴെ ഭാഗത്ത് വനത്തിലെ താഴ്വാരത്തുണ്ടായിരുന്ന മോഴയാന പെട്ടെന്ന് മുകൾ വശത്തേക്ക് കയറി വരികയും ഈ സംഘത്തെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തുകയുമായിരുന്നു. പെട്ടെന്ന് തന്നെ വെടിയുതിർത്തുകൊണ്ടാണ് ശബ്ദമുണ്ടാക്കിയാണ് RRC സംഘം മോഴയാനയെ പിന്തിരിപ്പിക്കുന്നത്. അത്തരം ദൃശ്യങ്ങൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതേസമയം തന്നെ ദൗത്യ സംഘത്തിന് നിലവിൽ ഉള്ള ദൗത്യം അത് പൂർണ്ണതോതിൽ വിജയകരമാക്കാൻ ഇതുവരെ സാധിക്കാത്ത സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ബാവലി വനമേഖല എന്ന് പറയുന്നത് വലിയ പൊന്തക്കാടുകളുള്ള മേഖലയാണ്. ആനയെ കൃത്യമായി സ്പോട്ട് ചെയ്യാനും അതിനെ തുറസായ സ്ഥലത്ത് വെച്ച് മയക്കുവെടി വെക്കാനും കഴിയാത്ത സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനിടെയാണ് ഇത്തരത്തിൽ മറ്റ് തരത്തിലുള്ള വലിയ ബുദ്ധിമുട്ടുകൾ കൂടി ഈ ദൗത്യ സംഘം നേരിടുന്നത് എന്നുള്ളതാണ്. ഈ ബേലൂർ മഗ്ന എന്ന ആനയും മോഴയാനയും ഒരുമിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണോ? എന്താണ് ഇപ്പോൾ വനം വകുപ്പ് നൽകുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം? അങ്ങനെ തന്നെയാണ്. അതായത് ഇന്നലെ ഉണ്ടായിരുന്നതിന് സമാനമായി ബേലൂർ മഗ്നയ്ക്ക് ഒപ്പം തന്നെ മറ്റൊരു മോഴയാന കൂടിയുണ്ട്. നേരത്തെ തന്നെ തണ്ണീർക്കൊമ്പനെത്തിയ ഘട്ടത്തിലും ഇത്തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 2 മോഴയാനകൾ കൂടി അതിനൊപ്പം തന്നെ ഈ കേരള അതിർത്തിയിലേക്ക് കേരള വനം ലക്ഷ്യമാക്കിക്കൊണ്ട് സഞ്ചരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് നേരത്തെ ബേലൂർ മഗ്നയ്ക്ക് ഒപ്പം ഉണ്ടായിരുന്ന ആന തന്നെയാണ് ഇത് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഇന്നലെ ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ 2 ആനകളും ഒന്നിച്ച് സഞ്ചരിക്കുന്ന സാഹചര്യമുണ്ട്. പെട്ടെന്ന് തന്നെ കുങ്കിയാനകളുമൊക്കെയായി ചെന്ന് അത്തരത്തിലൊരു ഓപ്പറേഷനിലേക്ക് കടക്കാമെന്ന് വനംവകുപ്പ് തീരുമാനിക്കുന്ന ഘട്ടത്തിൽ പോലും അത് പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യവും കൂടി ഉണ്ടാകുന്നത് മറ്റൊരു ആനയുടെ സാന്നിധ്യവും കൂടി ബേലൂർ മഗ്നയ്ക്ക് സമീപത്ത് ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പോഴാണ് അത് കൂടുതൽ ദുഷ്കരമാകുന്ന സാഹചര്യം ഉണ്ടായത്. ആ ആന കൂടി പ്രകോപിതരായി ഈ വനംവകുപ്പ് സംഘത്തിന് നേരെ തിരിയുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് വനംവകുപ്പ് സംഘം തന്നെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത്. അതായത് ദീപക്, പലതരത്തിൽ ഇപ്പോൾ 5ാം ദിവസവും ദൗത്യം എത്തി നിൽക്കുമ്പോൾ പലതരത്തിൽ ദുഷ്കരമാണ് കാര്യങ്ങൾ. ഒന്ന്, ഈ അടിക്കാടുകൾ വലിയ പ്രതിസന്ധിയായിരുന്നു. രണ്ടാമത്, ഈ ആന അതിവേഗം സഞ്ചരിക്കുന്നത് ഒരു പ്രശ്നമായിരുന്നു. മൂന്നാമത്, ഇപ്പോൾ മോഴയാന കൂടെയുണ്ട്. നാലാമത്, ഇപ്പോൾ അത് ആക്രമിക്കുന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ദൗത്യ സംഘത്തിന് നേരെ പാഞ്ഞെടുക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. അതെ അതെ, തീർച്ചയായിട്ടും. കാരണം ആദ്യഘട്ടത്തിൽ ബേലൂർ മഗ്നയ്ക്ക് അരികിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് സംഘം നടത്തുന്ന ഓരോ സമയത്തും അത് പെട്ടെന്ന് തന്നെ മാറിപ്പോകുന്ന പ്രകൃതമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ പൊന്തക്കാടുകൾ നിറഞ്ഞ മേഖലയായതുകൊണ്ട് തന്നെ വനമേഖലയിലേക്ക് പൂർണ്ണമായും കുങ്കിയാനകളുടെ സേവനമില്ലാതെ കടന്നു ചെല്ലുക എന്ന് പറയുന്നത് അതീവ ദുഷ്കരമാണ് എന്ന് നേരത്തെ തന്നെ വനംവകുപ്പ് സംഘം വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇന്നലെ ഉണ്ടായ സംഭവം ഈ ബേലൂർ മഗ്നയെ കൃത്യമായി സ്പോട്ട് ചെയ്യാനുള്ള നീക്കം നടത്തുകയും അതിനെ ട്രാക്ക് ചെയ്തതിനു ശേഷം കുങ്കിയാനകളുമായി ആ പ്രദേശത്തേക്ക് അടുക്കാനും വനംവകുപ്പ് സംഘത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുങ്കിയാനകളുടെ ഭാഗത്ത് നിന്ന് ശബ്ദമുണ്ടായതോടുകൂടി ബേലൂർ മഗ്ന പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ പൊടുന്നനെ നീക്കങ്ങൾ നടത്തുന്ന ഒരു ആന കൂടിയാണ് ബേലൂർ മഗ്ന എന്ന് പറയുന്നത്. ഒപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, നേരത്തെ തന്നെ പല വിധത്തിൽ ഇത്തരത്തിൽ മയക്കുപിടി കൊണ്ട ഒരു ആന എന്നുള്ള നിലയിൽ തന്നെ കൃത്യമായി അതിനൊരു ധാരണ ഉണ്ട്. ഏത് തരത്തിലും തന്നെ പിടികൂടാൻ എത്തുന്ന സംഘമാണ് എന്നുള്ള ധാരണയുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് സംഘം പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ പൊന്തക്കാടുകളിൽ പമ്മി നിൽക്കുന്ന അടക്കമുള്ള ചില കൗശലങ്ങൾ ഈ ബേലൂർ മഗ്നയുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് താനും. അതിനിടയ്ക്കാണ് കൂടുതൽ ഈ ഒരു ദൗത്യത്തെ ദുഷ്കരമാക്കുന്ന രീതിയിലേക്ക് സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ തന്നെ കടുവയുടെ സാന്നിധ്യമൊക്കെ വനമേഖലയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സംഘം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് കൂടുതൽ ദുഷ്കരമായതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് വനംവകുപ്പ് സംഘം വിശദീകരിക്കുന്നത്. കാരണം ഇത്രത്തോളം ദുഷ്കരമായ ഒരു ദൗത്യമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനിടയിലാണ് പല മേഖലകളിൽ നിന്നും തങ്ങൾക്കെതിരായ പ്രചാരണങ്ങൾ വരുന്നത് എന്നുള്ളത് കൂടി വിശദീകരിക്കാൻ വേണ്ടിയാണ് വനംവകുപ്പ് സംഘം ഈ ദൃശ്യങ്ങൾ അത് തന്നെയാണ് ഇന്ന്
വനം മന്ത്രി പറഞ്ഞതും ഈ 200-ലധികം വരുന്ന വനം വകുപ്പ് സംഘം അവിടെ ദൗത്യം തുടരുകയാണ്. അവർ പലതരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ്, അത് മനസ്സിലാക്കുന്നു. പക്ഷേ അവരോട് അനുകമ്പ കാണിക്കൂ എന്നാണ് വനം മന്ത്രി പറഞ്ഞത്. ഇനി ഏത് രീതിയിൽ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? കാരണം ഒരാനയല്ല, 2 ആനയാണ് ഇപ്പോൾ പ്രതിസന്ധിയായി മുന്നിലുള്ളത്. ഇപ്പോൾ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഏതാണ്ട് സമയം 5 മണിയോട് അടുക്കുകയാണ്. ഇനിയുള്ള സമയം എന്ന് പറയുന്നത് വനത്തിനകത്ത് കൂടുതൽ സമയം ചെലവഴിക്കുക എന്നുള്ളത് ദുഷ്കരമായ കാര്യം തന്നെയാണ്. പെട്ടെന്ന് തന്നെ കാഴ്ച മറയുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാകും. ഏത് സമയത്തും അത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദൗത്യം താൽക്കാലത്തേക്ക് അല്പസമയത്തിനകം തന്നെ അവസാനിപ്പിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഇന്നലെയൊക്കെ കൂടുതൽ സമയം എടുത്തുകൊണ്ട് ദൗത്യവുമായി മുന്നോട്ട് പോകാം എന്നുള്ള തീരുമാനത്തിലായിരുന്നു വനവകുപ്പ് സംഘം ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അത് അല്പം നേരത്തെ അവസാനിപ്പിക്കാനുള്ള സാധ്യത തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. അതേസമയം തന്നെ ദൗത്യം ഉപേക്ഷിക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. കൃത്യമായി നാളെയും ഇത്തരത്തിൽ ദൗത്യം തുടരുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരാളെ കൊന്ന ആന എന്നുള്ള നിലയിൽ തന്നെ അതിനെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഉത്തരവ് നേരത്തെ തന്നെ കിട്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ആനയുള്ളത് കർണാടക കേരള അതിർത്തിയായിട്ടുള്ള ബാവലിയുടെ കേരള അതിർത്തിയിലാണ് ആനയുള്ളത്. അത് നാഗർഹോള മേഖലയിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിലും സ്വാഭാവികമായും ആന കേരളത്തിലേക്ക് കടക്കാനും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്താനുമുള്ള സാധ്യത തള്ളിക്കളയാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് ആ അർത്ഥത്തിലൊരു റിസ്ക് എടുക്കാൻ വനംവകുപ്പ് സംഘം തയ്യാറല്ല എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെയാണ് തുടരുന്നത്. ഏതാണ്ട് 150-ൽ പരം ആളുകൾ ഒരേ സമയം തന്നെ വനത്തിനകത്ത് ട്രാക്കിങ്ങും മയക്കുവെടി സംഘവും വേലൂർ മഗ്നയെ പിടികൂടാനുള്ള ദൗത്യം ഏറെ ദുഷ്കരമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ട പ്രതിസന്ധിക്കൊപ്പം ഇന്ന് മോഴയാന കൂടി RRT സംഘത്തിന് നേരെ പാഞ്ഞെടുക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിട്ടത്. ഏതായാലും അല്പസമയത്തിനകം ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചിരിക്കും. കാരണം നേരം ഇരുട്ടുന്നതോടെ ദൗത്യം തുടരുക ബുദ്ധിമുട്ടാണ്. ബാവലിയിൽ കേരള അതിർത്തിയിലാണ് ഇപ്പോൾ ആനയുള്ളത്. നാളെയും ദൗത്യം തുടരും. ഏത് വിധേനയും മയക്കുവെടി വെച്ച് ആനയെ പിടികൂടാനുള്ള ശ്രമങ്ങളാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. ദീപക് മലയമ്മ വിവരങ്ങൾ നൽകുകയായിരുന്നു ബാവലിയിൽ നിന്ന്.